ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു അടിപൊളി ബീഫ് ബിരിയാണിയാണ് ട്രൈ ചെയ്യുന്നത്. അപ്പം വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ആദ്യം ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിലേക്ക് ഞാൻ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള കല്ലുപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. മാരിനേറ്റ് ചെയ്തെടുത്ത ചിക്കൻ നമുക്കൊന്ന് കുക്കറിലിട്ടിട്ട് ഒരു 3-4 വിസിൽ അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഉള്ളി ഒന്ന് എണ്ണയിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു ഒരു ഉരുളി എടുത്തിട്ട് അതിലേക്ക് നെയ്യോ വെളിച്ചെണ്ണ എന്താ വെച്ച് ചേർത്തിട്ട് ഉള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ല ക്രിസ്പി ആവുന്നത് വരെ അത് വറുത്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് അതേ ഉരുളിയിലേക്ക് ലേശം വെളിച്ചെണ്ണയോ നെയ്യോ ചേർത്തിട്ട് ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു ബീഫിന് ഗ്രേവി റെഡിയാവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ ഉള്ളീൻ്റെ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ട് ഇളക്കുക. അത് മാറിക്കഴിഞ്ഞാൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അതായത് ഞാൻ പച്ചമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വെളുത്തുള്ളി അരച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര വേണമെങ്കിൽ എടുക്കുക. കാരണം ഇതിൽ ഞാൻ ചേർക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെയാണ് ഇതിന് കുറച്ചും കൂടി എന്താ പറയുക ടേസ്റ്റ് നൽകുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടത്ര യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഒരു 1/2 കിലോ തക്കാളി സ്ലൈസ് ആക്കിയിട്ട് ഞാൻ അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ആ തക്കാളീൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇനി ആ ഗ്രേവിയിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഗരം മസാലയും അതിനുശേഷം നമുക്ക് ഉപ്പിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഇളക്കിയെടുക്കണം. ആ മസാല എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇളക്കിയെടുക്കുക. ഇനി ആ ഗ്രേവിയിലേക്ക് കുറച്ച് നമ്മുടെ തക്കാളി അരച്ചത് ഞാൻ ചേർക്കുന്നുണ്ട്. നമ്മൾ ഗ്രേവിയിലൊരു ചെറുതായിട്ടൊരു വാട്ടർ കണ്ടൻറ്റ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം, ഇത് ഓപ്ഷണലാണ്. വേണമെങ്കിൽ മാത്രം നിങ്ങൾക്കിത് ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇനി ഈ ഗ്രേവിയിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച്, അതായത് നമ്മൾ നേരത്തെ കുക്കറിലിട്ടൊന്ന് ബോയിൽ ചെയ്യാൻ വെച്ച് നമ്മുടെ ബീഫ് എടുത്തിട്ടൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ആ മസാലയിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. നമ്മുടെ ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെക്കണം. കാരണം ബീഫ് ഇനിയും വെന്ത് കഴിഞ്ഞാൽ എന്താ പറയുക നമുക്ക് കഴിക്കാൻ പറ്റാത്ത പാകമായിപ്പോവും. അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കി വന്നതിന് ശേഷം കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും പിന്നെ നമ്മുടെ മല്ലിച്ചപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി നമ്മൾ ഒരു ബിരിയാണി റെഡിയാക്കാനുള്ളൊരു വലിയ പാത്രം എടുക്കുക. ആ പാത്രത്തിൻ്റെ ഏറ്റവും അടിയിലൊരു വാഴയില വയ്ക്കുക. അതിൻ്റെ മുകളിൽ നമ്മുടെ ബീഫിൻ്റെ ആ ഒരു മിക്സ് നല്ലോണം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലൊരു വാഴയിലയും കൂടി വെച്ചിട്ട് അടുത്ത ലെയർ നമ്മൾ ബിരിയാണീൻ്റെ റൈസ് കുക്ക് ചെയ്തതാണ് അതും ചേർക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് കൊറിയാൻഡർ ലീഫ് ഇടുന്നു. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ആ ഉള്ളി പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ കൂടി ചേർത്തിട്ട് അത് ഒരു ലെയറാക്കുക. വീണ്ടും അടുത്ത ലെയറിൽ ആ ഫസ്റ്റത്തെ ലെയറിലേക്ക് തന്നെ നമുക്ക് ഗരം മസാല ചേർക്കാം. പിന്നെ നെയ്യും ചേർത്തിട്ട് മുകളിൽ ഇങ്ങനെ എന്താ പറയുക ഒരു ഡെക്കറേഷൻ എന്ന രീതിയിൽ മുകളിൽ ലേശം നമുക്കൊന്ന് നെയ്യൊക്കെ ആക്കി കൊടുത്തിട്ട് അടുത്ത ലെയറിലേക്കും ഇതേ സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളുടെ ബിരിയാണി 2 പാത്രത്തിലാക്കി. റൈസ് സെപ്പറേറ്റും അതേമാതിരി തന്നെ ബീഫ് സെപ്പറേറ്റും ആയിട്ടാക്കി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്